എല്ലാവരോടും പറഞ്ഞു. നിരന്തരമായി ഞങ്ങൾ ഈ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഒരു പ്രതിയെപ്പോലും ഐഡന്റിഫൈ ചെയ്യാതെ അവസാനം വിശ്വനാഥന്റെ സാമ്പത്തിക പ്രയാസവും മറ്റു കാരണങ്ങളുമാണ് മരണത്തിന്റെ കാരണം എന്ന് പറഞ്ഞ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും വെള്ളപൂശാൻ ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോയിരിക്കുകയാണ്. പാവപ്പെട്ട ആദിവാസികളെയും പാവപ്പെട്ട ജനങ്ങളെയും ഈ രീതിയിലുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് മധുവിന്റെ കേസ് നമ്മുടെ ഓർമ്മയുണ്ട്. സമാനമായിട്ടുള്ള രണ്ടാമത്തെ കേസാണിത്. ഈ ആദിവാസി സമൂഹത്തെ ഇത്രയധികം നിന്ദ്യമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതായിട്ടുള്ള ശക്തികളെ നിയമത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കുന്നതിന് പകരം അവരെ സൌകര്യപ്രദമായി സംരക്ഷിക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വലിയ നടപടികളുണ്ടാകും. 25-ാം തീയതി ബഹുമാന്യനായ IC ബാലകൃഷ്ണൻ MLA-യും ഞാനും ഞങ്ങൾ രണ്ടുപേരും മുഖ്യമന്ത്രിയെ, മന്ത്രിയെ ഈ കാര്യത്തിൽ കണ്ട് പുനരന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആവശ്യപ്പെടും. ഈ കാര്യം അസംബ്ലിയിൽ ഉൾപ്പെടെ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഈ കുടുംബത്തിന് മരണാനന്തരമെങ്കിലും നീതി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾക്ക് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നേതൃത്വം കൊടുക്കും.